അഭിനയം ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത് ഈ മുൻഷിയൊക്കെ കണ്ടിട്ടായിരുന്നു? അല്ല, ഇഷ്ടം അത് കണ്ടിട്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതിനു മുമ്പേ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. കുട്ടികൾ തിയേറ്ററൊക്കെ പ്രൊഫഷണൽ നാടക ട്രൂപ്പും പിന്നെ അമേച്ചർ നാടകങ്ങളൊക്കെ ചെയ്യുന്ന ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. അച്ഛനൊക്കെ അതിൽ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കുട്ടിയായിരുന്ന സമയത്തൊക്കെ നാടകങ്ങൾ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജിലൊക്കെ അന്ന് പെർഫോം ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് സത്യം പറഞ്ഞ ഒരു ബേസ്, അഭിനയത്തിൻ്റെ ഒരു ബേസ് ഒരു 5ലും 6ലും 6 പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അന്ന് മുതലേ നാടകങ്ങൾ അവിടെ ഈ ചില ക്യാമ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ചില ആർട്ടിസ്റ്റുകൾ നാടക ആചാര്യന്മാരൊക്കെ വന്നിട്ട് അവിടെ ക്യാമ്പൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാമ്പിൽ പങ്കെടുത്തു. ഞാനും അനിയനും ഉണ്ടായിരുന്നു. അനിയനൊക്കെ രണ്ടുപേർ. അപ്പോൾ നമ്മളൊക്കെ അവിടെ അതാണ് സത്യം പറഞ്ഞാൽ അഭിനയത്തിൻ്റെ ബേസ് എന്ന് പറയാം. അവിടെ നിന്നാണ് ബേസ് തുടങ്ങിയത്. പിന്നെ ഈ ഒരു ഫീൽഡിൽ ഞാൻ ഈ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് വന്നത്. അങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെ വർക്ക് ചെയ്ത കൂട്ടത്തിലാണ് ഇളയച്ചൻ്റെ ഒരു ശിഷ്യൻ, പുള്ളിയുടെ ഒരു സീരിയലായിരുന്നു മൗനം എന്ന് പറഞ്ഞ സീരിയൽ. പുള്ളി മ്യൂസിക് ഡയറക്ടർ ചെയ്തു, വിശ്വജിത്ത് എന്ന് പറഞ്ഞ പുള്ളി. പുള്ളിയുടെ കെയർഓഫിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് ഈ ട്രാക്കിലോട്ട് വരുന്നത്. അച്ഛൻ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് പറഞ്ഞു തരാറുണ്ടോ? ആക്ടിങ് ചെയ്തു തുടങ്ങിയ സമയത്ത് ഉണ്ടല്ലോ, നാടകങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അച്ഛൻ ക്രിട്ടിസൈസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അച്ഛൻ ഒരു എൻ്റെ ആദ്യത്തെ സീരിയൽ ടെലികാസ്റ്റ് ചെയ്ത് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ മരണപ്പെട്ടു പോകുന്നത്. അപ്പം ആദ്യത്തെ ഒരു കുറച്ച് എപ്പിസോഡുകളൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് കുറച്ചും കൂടെ ഫ്രീ ആവണം, ഒരു ടെൻഷൻസ് മുഖത്ത് കാണുന്നുണ്ട്, ആദ്യമായിട്ട് അഭിനയിക്കുകയാണെന്നുള്ള എൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ നാച്ചുറൽ ആവാൻ നോക്കുക എന്നുള്ളൊരു ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് അഭിനയിക്കാമെന്ന് തോന്നാത്ത രീതിയിൽ നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിലല്ല ചെയ്യുന്നത്, നമ്മൾ സാധാരണ ഇപ്പോൾ ഇതുപോലെ സംസാരിക്കുന്ന പോലെ അങ്ങ് പറഞ്ഞാൽ മതി. അത് തന്നെയാണ് അഭിനയം. അതായത് കൂടുതലായിട്ട് നമ്മൾ ഇനി അതിനു വേണ്ടിയിട്ടൊരു മുഖം എടുക്കണ്ട. അത്തരം എന്തെങ്കിലും സീനുകളൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ അതിനനുസരിച്ച് അഭിനയിക്കാം. പക്ഷെ എന്ന് കരുതിയിട്ട് നോർമലി പറയേണ്ട പല വാക്കുകളൊക്കെ അതുപോലെ അങ്ങ് പറയാം. അപ്പം അങ്ങനെ നാച്ചുറൽ ആവുന്ന പറയും. അല്ലാണ്ട് നമ്മൾ അഭിനയിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ശരിക്കും ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യും. അതൊരു ചെറിയൊരു ടിപ്പ് അച്ഛൻ തന്നിട്ടുണ്ട്. കഥകളി പഠിച്ചതൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടോ? കഥകളി അത് ഡാൻസിലൊക്കെയാണ് കുറച്ച്. ഞാൻ അത്യാവശ്യം കുറച്ച് ഈ പറഞ്ഞ പോലെ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മളൊരു കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആവാൻ കുറച്ചും കൂടെ നന്നായി കഥകളി പഠിക്കാനൊക്കെ കുറച്ചും എനിക്കത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഭയങ്കര സ്റ്റിഫാവാതെ, നമ്മൾ അഭിനയിക്കുമ്പോൾ ഭയങ്കര സ്റ്റിഫായി പോവാതെ, ഞാൻ എങ്ങനെയെന്ന് എനിക്കറിയില്ല, എൻ്റെ അഭിനയം ഞാൻ വിലയിരുത്തുന്നത് ശരിയല്ല. പക്ഷെ ഞാൻ ഫീൽ ചെയ്യുന്നത് ഞാൻ അങ്ങനെ ഭയങ്കര സ്റ്റിഫായിട്ട് ചെയ്യുന്ന ഒരാളല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കണ്ട് കുറേ കാലം കഴിയുമ്പോഴാണല്ലോ നമ്മളെ പറ്റി ഒരു വിലയിരുത്തൽ നമ്മളും കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് അന്നത്തെ പോലെയല്ല, കുറച്ചും കൂടെ ഫ്രീ ആയിട്ടുള്ള എനിക്ക് തന്നെ തോന്നുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ച് ഈ പറഞ്ഞ പോലെ ഈ ഡാൻസും കഥകളിയൊക്കെ അതിനൊരു സപ്പോർട്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. നല്ലതാണ് അത് പഠിക്കുന്നതൊക്കെ എന്തുകൊണ്ടും എല്ലാവർക്കും കേട്ടോ. അതാണ് ആക്ടിങ് ആഗ്രഹമുള്ളവർക്കൊക്കെ കഥകളി പഠിക്കുന്നതൊക്കെ നല്ലതാണ്. കഥകളി എന്ന് പറയുന്നത് നമ്മുടെ അല്ലേ ഏറ്റവും കൂടുതൽ അതുപോലെ അഭിനയിക്കാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആവും. ഓക്കെ, നമ്മുടെ കണ്ണുകളും അല്ലേ എല്ലാ വികാരങ്ങളും ബോഡി ഭയങ്കര ഫ്രീ ആവും, നമ്മൾ സ്റ്റിഫ് ആവില്ല. അത്രേ ഉള്ളൂ.